തിരക്കേറിയ ജീവിതത്തിനിടയിൽ ബന്ധങ്ങളെ, അവയിലെ ഊഷ്മതകളെ മറന്നുപോകുന്നവരാണ് ഏറെയും. പലപ്പോഴും പരസ്പരം കണ്ടിട്ടും കാണാതെ പോകുന്നു, അറിയാതെ പോകുന്നു. കാഴ്ചകളല്ല, കാഴ്ചപ്പാടുകളാണ് ബന്ധങ്ങളെ മനോഹരമാക്കുന്നത്. സ്വയം കാണാനും പരസ്പരം മനസ്സിലാക്കാനും സഹായിക്കുന്ന തിരിച്ചുപിടിച്ച കണ്ണാടികളാകാൻ നമുക്ക് കഴിയട്ടെ. തൃശൂർ പ്രാഞ്ചിയേട്ടൻ ഗഡീസ് അവതരിപ്പിക്കുന്ന ലഘുനാടകം തിരിച്ചുപിടിച്ച കണ്ണാടികൾ. എന്താ ബാസ്റ്റിൻ, കവള് മുറിച്ചോ? ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല. സുജാത എന്താ ചെയ്യുന്നേ? കാപ്പി എവിടെ ഒഴിക്കുന്നത്? ഗ്ലാസ്സിലാണോ ഒഴിക്കുന്നത്? ടേബിളിലാ പോകുന്നത്? സോറി 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 സോറി. ആ യെസ്, എന്റെ മെയിൽ കിട്ടിയില്ലേ? അയച്ചതാണല്ലോ. സ്പാമി നോക്കൂ. Get back to you. Okay. ഞാൻ 2 ദിവസം ഉണ്ടാവില്ല. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ശരിക്കും എന്ത് പ്രോജക്റ്റോ? എന്ത്? ഞാൻ 10 o'clock ആകുമ്പോൾ എത്തും. Why bother? കുഴപ്പമൊന്നുമില്ല, അത് ശരിയാവും. അതെ, ഇല്ലില്ല. എന്താ അല്ലല്ലോ ഇവിടെ പറഞ്ഞതാ. ഷൂലേസ് രണ്ടും കൂടി കെട്ടി മറിഞ്ഞടിച്ച് വീഴരുത് കേട്ടോ. ഇല്ലില്ല, ഇവിടെ പറഞ്ഞ മാതിരി ശരിയാക്കി തരാം. ഓക്കെ. എത്ര സമയം? സുജാത, കാറിന്റെ കീ ഉണ്ടോ? കാറിന്റെ കീ എന്റെ ഉണ്ട്. അതിങ്ങ ഞാൻ വണ്ടി എടുക്കാം. ഞാൻ ഇന്ന് വണ്ടി ഓടിക്കാം. എന്താ? ഞാനല്ലേ സാധനം വണ്ടി എടുക്കാറ്. വണ്ടിയുടെ താക്കോലും കേട്ടാ. ഞാൻ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞില്ലേ? അത് ശരിയാവില്ല. ഞാൻ സാധനം വണ്ടി ഓടിക്കാറ്. ഞാൻ വണ്ടി ഓടിക്കാം. എന്താ കാരണം? ഇന്ന് ഞാൻ വണ്ടി ഓടിച്ചാ എന്താ കാരണം പറയും. എന്താ കാരണം? എന്താണെന്നോ? കഴിഞ്ഞ 3 ദിവസമായിട്ട് എന്റെ ഓഫീസിൽ വിടാതെ പോയത് എന്താ? അതാണ് അത്ര വലിയ കാര്യം. അവിടെ എത്തുമ്പോ എന്റെ അടുത്ത് പറഞ്ഞാ പോരെ? എന്തോരം കാര്യങ്ങൾ തലേ വെച്ചിട്ട് വണ്ടി ഓടിക്കണെന്ന് അറിയോ? അവിടെ എത്തുമ്പോ എന്റെ അടുത്ത് പറഞ്ഞ എന്താ ഓട്ടം? സുജാത കണ്ടോ അവിടെ വണ്ടി എത്തിയത്? അല്ലേ അവിടെ സ്ഥലത്ത് കണ്ടോ? മിണ്ടാതിരിക്കോ. ബാസ്റ്റിന് 2 ദിവസമായിട്ട് കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. തിരിച്ചല്ലേ ഇട്ടേക്കുന്നത്? അച്ഛങ്ങ ഞാൻ പറയാം. ബാസിന് കുറെ ദിവസമായിട്ടേ കാഴ്ചക്ക് എന്തോ കുഴപ്പമുണ്ട്. കണ്ടില്ലേ കവള് മുഴുവൻ മുറിച്ചു വെച്ചത്? അച്ഛൻ എന്താ പറയുന്നേ? ശരിയല്ലേ? എന്നിട്ടാണ് കാലത്ത്
കാലത്ത് ഇവിടെ ഗ്ലാസ്സിൽ കാപ്പി വെക്കണേ ടേബിളിന്റെ മുകളിൽ ഗ്ലാസ് വെച്ചത് അവിടെ കണ്ണിന് കാഴ്ചയില്ല. കുറച്ച് സമയം ശ്രദ്ധിക്കണം. ഞാൻ പറട്ടെ നോക്ക്, ഞാൻ പറയട്ടെന്നാ. അതെ അച്ഛാ, ഒരു തുള്ളി ചായ പോയിനാണ് ഇത്രക്ക്. ആരാ ഷൂലേസ് രണ്ടും കൂടെ കെട്ടി വീഴാൻ കാലത്ത് എക്സസൈസ് തട്ടി വീഴാൻ പോയാ തട്ടിടാൻ പോയാ വീഴാൻ ഗ്ലാസ്സിൽ കാപ്പി ടേബിളിൽ നിങ്ങൾ 2 പേരും പോയിട്ട് ഒരു കാഴ്ച കണ്ണ് ഡോക്ടറെ കാണ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ 2 പേരും പോയി ചെക്ക് ചെയ്യും. ഈ 2 പേരും ശരി. ഹലോ മാഡം, ഹസ്ബൻഡ് സീരിയസ് ആയി പ്രോബ്ലം മാഡം. ഇന്ന് ഞാൻ ലീവാണ് മാഡം, സോറി. ഞാനിന്ന് വരില്ല കേട്ടാ, വൈഫിന് കാഴ്ചയില്ല. കാഴ്ച പരിശോധിക്കണം എന്തായാലും, അത്യാവശ്യമാണ് സാർ. ഓക്കെ, താങ്ക് യു. ഞാൻ ലീവ് പറഞ്ഞിട്ടുണ്ട്. വാ പോവാ. വണ്ടിയുടെ കീങ് എടുക്കുക. ഞാൻ ഓടിക്കാൻ. അത് ശരിയാണ്, ഞാനാ വണ്ടി ഓടിക്കണേ. വണ്ടിയുടെ കീങ് എടുക്കാൻ. ഇതിനും കൂടെ അടി കൂടാതെ നിങ്ങൾ ടാക്സി വിളിച്ച് പോയാ നിങ്ങൾ വണ്ടി ഓടിക്കണ്ട. പോയി എന്നാ ടാക്സി അങ്ങനെ. ഹായ്, ഗുഡ് മോർണിംഗ്. ആർക്കാണ് പ്രശ്നം? വൈഫിന്റെ മാഡം കണ്ണു കാണില്ല. മാഡം ഞാൻ പറയട്ടെ മാഡം, രാവിലെ ഉണ്ടല്ലോ ബാസ്റ്റിൻ ആൻഡ് സുജാത അല്ലേ? ബാസ്റ്റിന്റെ കാഴ്ചക്ക് വലിയ കുഴപ്പം കാണുന്നില്ലല്ലോ. നോക്കട്ടെ, ഞാൻ പരിശോധിക്കട്ടെ. ഒരു മിനിറ്റ്, ഇങ്ങോട്ടൊന്ന് നോക്കൂ. ബേസിക് എക്സാമിനേഷൻ വലിയ കുഴപ്പം കാണുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നോക്കുന്നുണ്ട്. സുജാതയുടെ വിഷനും വലിയ കുഴപ്പമില്ല. ഞാൻ നോക്കട്ടെ കേട്ടോ, ഇങ്ങോട്ട് നോക്കൂ. സുജാത ടെസ്റ്റും വലിയ കുഴപ്പമില്ലല്ലോ. ഞാൻ ഒന്ന് പുറത്തേക്ക് ഇരിക്കൂ. ഞാൻ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ അയക്കുന്നുണ്ട്. 2 പേരും ഒന്ന് പുറത്തേക്ക് ഇരിക്കൂ. ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ അയക്കാം. ആൻഡ്രൂ സാറ് റൂമിലുണ്ടോന്ന് ഒന്ന് നോക്കൂ. ഈ പേഷ്യൻസിന് കാര്യം പറയാൻ വേണ്ടിട്ടാ. ഗുഡ് മോർണിംഗ് ഡോക്ടർ ജയശ്രീ. ഗുഡ് മോർണിംഗ് സർ. സർ, ഒരു ഡിഫിക്കൽട്ട് പേഷ്യന്റിന്റെ കാര്യമാണ് സർ. ഒരു കപ്പിൾ വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് പറയുന്നു വൈഫിന് പ്രശ്നം, വൈഫ് പറയുന്നു ഹസ്ബൻഡിന് പ്രശ്നം. പക്ഷെ നോക്കുമ്പോൾ എല്ലാം നോർമലാ സർ. ആന്റീരിയർ സെഗ്മെന്റ് ഒക്കെ നോർമലാ. ഹൗ ടു ഗോ അബൌട്ട് this young couple? Yes. Don't take it simple. Sir. You have to do the full investigation. Yes. Detailed fundus examination. Yes. OCT. Yes. CT scan. Possibly a neurological opinion also. Okay sir. Okay Jayashree, I will be in the cabin. You can contact me with the investigation. I will update sir. രഘു, അവരെ ഡീറ്റെയിൽഡ് എക്സാമിനേഷന് വേണ്ടി ഒന്ന് കൊണ്ടുപോകണേ. ജയശ്രീ, കോഫി കഴിക്കാ? ഒരു കോഫി കുടിച്ചാലോ? അത്യാവശ്യമായിട്ട് കോഫി വേണ്ട ഒരു ദിവസം മാഡം. വാ. മാഡത്തിന്റെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു മാഡം? വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജയശ്രീയുടെ ഒപിഡിയിൽ എന്താണ് ഒരു ബഹളം കേട്ടത്? ഒന്നും പറയണ്ട മാഡം. ഒരു കപ്പിൾ വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിനും വൈഫിനും മറ്റാളെ പറ്റി കംപ്ലൈൻസ്. പക്ഷെ നോക്കുമ്പോഴാണെങ്കിൽ ഒരു പ്രശ്നം കാണാനും ഇല്ല. ആക്ച്വലി ഞാൻ ആൻഡ്രൂ സാറിന്റെ അടുത്ത് അവരുടെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞിട്ട് ഒപ്പീനിയൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഹാവ് സെൻഡ് ദം ഡീറ്റെയിൽഡ് ഫയൽ ഒന്ന് കണ്ടോട്ടെ. ഓ പ്ലീസ് കം മാഡം. മാഡം അവരുടെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കൂ മാഡം. ഓ ആക്ച്വലി അവരുടെ റിപ്പോർട്ട്സ് കൂടെ വന്നിട്ടുണ്ട് മാഡം. എല്ലാം നോർമൽ ആണ്. All these look normal. Can I see them? ഒന്ന് കാണാൻ പറ്റുമോ അവരെ? രഘു, ഒന്ന് അവരെ വിളിക്കൂ പ്ലീസ്.
ലെറ്റ് മീ എൻ്റർ ദിസ് മാഡം. യെസ് യെസ്. മാഡം ഒന്ന് കാണും കേട്ടോ. ഹലോ മാഡം. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. എന്താ പ്രശ്നം? നിങ്ങൾക്ക് കാഴ്ചക്ക് പ്രശ്നമുണ്ടല്ലേ? വൈഫിന് കാഴ്ചയില്ല ശരിക്കും. ഹസ്ബൻഡ് മാഡം. കാഴ്ച എനിക്കല്ല ശരിക്കും അവിടെ പ്രശ്നം. അത് ശരി. ഞാൻ ഈ ഹിസ്റ്ററി ഒക്കെ വായിച്ചപ്പോ ഇന്ന് രാവിലെ സുജാത അച്ഛനെ തട്ടിയിട്ടു ഇതൊക്കെ പേപ്പർ വായിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെയാ സംഭവിച്ചത്? അത് മാഡം കുറച്ച് ദിവസമായിട്ട് ഈ ബാസിന് കണ്ണിന് എന്തോ കാഴ്ചക്കുറവുണ്ട് മാഡം. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ മാഡം ഓടി ഇങ്ങനെ വരും, ജോഗ് ചെയ്ത് വരുമ്പോൾ ബാസിൻ ഷേവ് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും പ്രത്യേകിക്കോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കായിരുന്നു മാഡം. കവിള് മുറിച്ചു മാഡം. ആ ശരിയാണല്ലോ. എങ്ങനെയാ ബാസ്റ്റിൻ ഈ പറഞ്ഞ കവിളൊക്കെ ഇങ്ങനെ രാവിലെ ഷേവ് ചെയ്യുമ്പോൾ മുറിഞ്ഞത്? ശരിക്കും പറയുകയാണെങ്കിൽ സുജാതയ്ക്ക് കാഴ്ച ശരിക്കും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ സുജാതനെ ശ്രദ്ധിച്ചിട്ടാണ് ഷേവ് ചെയ്യേണ്ടായിരുന്നത്. അത് ശരി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ സുജാതനായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നത്. അപ്പൊ ഈ കാപ്പി ഒഴിച്ചത് ഗ്ലാസ്സിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞത് അതും ഇങ്ങനെ തന്നെയാ? അത് മാഡം ഞാൻ ഭയങ്കര ഡിസ്റ്റർബ് ആയിപ്പോയി. ഇനി എന്താണ് ബാസിൻ ഉണ്ടാക്കാന്ന് അറിയണ്ടേ? അപ്പൊ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചു, ഒരു തുള്ളി ചായ പോയുള്ളൂ മാഡം. അത് ശരി. അപ്പം ഇന്നിപ്പോ അപ്പൊ ഞാൻ ഇത് എനിക്ക് മനസ്സിലാവുന്നു, നിങ്ങൾ ഈ പരസ്പരം ഇങ്ങനെ വളരെ സംശയത്തോടെ ഫുൾ ടൈം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതേ അവസ്ഥയിലായിരിക്കും ഇല്ലേ ബാസ്റ്റിന് ഈ ഷൂ രണ്ടും തമ്മി കൂട്ടി കെട്ടിയതും ഷർട്ട് മറിച്ചിട്ടതും ഒക്കെ? അങ്ങനെയൊക്കെ വേണേ പറയാം. അത് ശരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ സ്നേഹിച്ച് പ്രേമിച്ച് വിവാഹം കഴിച്ച ആൾക്കാരാ? അതെ മാഡം. അല്ല അത് ഇതായിട്ട് എന്താ ബന്ധം? നേരിട്ടൊരു ബന്ധമുണ്ടെന്നല്ല, പക്ഷേ പലപ്പോഴും ഈ വളരെ പാഷനേറ്റ് ആയിട്ട് ലൈഫൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് കുറച്ച് കഴിയുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് കാണാനും, പിന്നെ പണ്ടൊക്കെ ഇഷ്ടപ്പെട്ട വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ വലിയ ശല്യങ്ങളായിട്ട് കാണാനും ഒക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോയിട്ട് എത്ര കാലമായി? അത് മാഡം ഞങ്ങൾ എന്നും ഒരുമിച്ചാണല്ലോ ഓഫീസിൽ പോകുന്നത്. അതെ, എല്ലാ ദിവസവും ഒരുമിച്ച് പോകും. അങ്ങനത്തെ യാത്രയല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഒരു ട്രിപ്പിന് പോവുകയോ ഒരുമിച്ചിരുന്ന് ഒരു ചായ കുടിക്കുകയോ ഇതൊക്കെ ചെയ്തിട്ട് എത്ര കാലമായി ചോദിക്കണേ? അത് മാഡം വി ആർ സോ ബിസി. ബിസി അല്ലേ മാഡം? ബിസിയാണ്. അപ്പൊ ഇന്ന് ബിസി അല്ലല്ലോ. അല്ലല്ലോ, ഇത് കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് പോകണം. മാഡം എനിക്കും പോകണം. ഇന്നിപ്പൊ നമുക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യാനുള്ളതല്ലേ. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇതിനായിട്ട് മാറ്റി വെച്ചതാണല്ലോ. അപ്പൊ ഞാനൊരു സജഷൻ പറയട്ടെ. ഞങ്ങൾക്ക് ഇവിടെ ഒരു നല്ല ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ രണ്ടുപേരും സമാധാനമായിട്ട് ഇരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് പരസ്പരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കി ഇരുന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് നിങ്ങൾക്ക് കാഴ്ചക്കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കം ബാക്ക്, വി ആർ ഹിയർ. ഇനി അഥവാ നിങ്ങൾക്ക് കാഴ്ചക്ക് പ്രശ്നം ഇല്ലാന്ന് തോന്നുകയാണെങ്കിലോ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. എന്ത് പറയുന്നു ജയശ്രീ? വെരി ട്രൂ മാഡം. രഘു നമ്മളെ ക്യാൻറ്റീൻ ഒന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ, ഒന്ന് ചെല്ലൂ. മാഡം, മാഡത്തിന് എങ്ങനെയാ മാഡം ഇത്ര വേഗം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്? ഇതിനൊന്നും വലിയ ക്ലിനിക്കൽ അക്യുമെൻ ഒന്നും വേണ്ട. ഇതൊക്കെ ജീവിത സാഹചര്യം നമ്മളെ പഠിപ്പിക്കുന്നതല്ലേ. ഞാനും ഒക്കെ ഇതിൽ കൂടെ ഒത്തിരി കടന്നു പോയിട്ടുള്ളതാ. ഓ, മാഡത്തിന് ലവ് മാരേജ് തന്നെ ആയിരുന്നല്ലേ മാഡം? ആക്ച്വലി ഇവിടെ ഡയഗ്നോസിസ് വളരെ ക്ലിയർ ആണ് അല്ലേ? കാഴ്ചക്കല്ല കുഴപ്പം, കാഴ്ചപ്പാടിനാണ്. അത് തന്നെ, എക്സാക്ട്ലി. അവരിനി തിരിച്ചു വരുമെന്ന് ജയശ്രീക്ക് തോന്നുന്നുണ്ടോ? എവിടുന്ന് മാഡം? ആക്ച്വലി നമുക്ക് ഈ കേസിനെ പറ്റി ആൻഡ്രൂ സാറിനെയും കൂടെ അപ്ഡേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് കേസായിരുന്നു മാഡം. ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ഒപിഡിയിലൊക്കെ കാണുന്നതാണ്. ചെറിയ കൗൺസിലിങ്ങോടെ ഇതൊക്കെ സോൾവ് ആകുന്നത്. ട്രൂ മാഡം, ട്രൂ. ചായക്ക് നല്ല മധുരല്ലേ? മധുരം മാത്രമല്ല നല്ല സ്വാദും. ഒരിക്കും ഓർമ്മകളെ മലർ മഞ്ചലിൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ അങ്ങളെയാ. പോവാ. സുജാത വണ്ടി എടുത്തോളൂ. അല്ല ബാസിൻ വണ്ടി എടുത്തോ? സുജാത എടുത്താ മതി. അയ്യോ, നമ്മൾ ഇന്ന് ടാക്സിയിലല്ലേ വന്നത്. ഓ, അത് ശരിയാണ്. എന്നാൽ നമുക്ക് നടന്നാലോ? നടക്കാം, 8 കിലോമീറ്റർ നടക്കാം. എത്ര നാളായി നമ്മൾ നടന്നിട്ട് അല്ലേ? എക്സാക്ട്ലി. നമുക്ക് ബീച്ചിൽ പോയാലോ? ബീച്ച് നല്ല ഐഡിയ. പക്ഷെ ഒരു കണ്ടീഷൻ, ബീച്ച് കഴിഞ്ഞിട്ടേ ഭാരത് ഹോട്ടലിൽ നിന്ന് ഒരു മസാല ദോശ മസ്റ്റ് ആണ്. Done. പിന്നെ ബാസിന് ഇപ്പോഴോർത്ത് അച്ഛനെ
ഒരു പാർസൽ വാങ്ങിക്കണം. മസാല ദോശ ജീവനാണ് അച്ഛന്. എത്ര നാളായി നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് അല്ലേ? നമ്മളെ ആവശ്യമില്ലാത്ത തിരക്കിലൊക്കെ പെട്ടുപോയില്ലേ. നമുക്ക് പോവാം. അയ്യോ, നമ്മളെ ഡോക്ടേഴ്സിനോട് പറഞ്ഞില്ലല്ലോ. ഡോക്ടർ, ഞങ്ങൾ പോവാണ് കേട്ടോ. എങ്ങോട്ടാ? ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടേ? ബീച്ചിലേക്ക് പോവാണ്. ഓഹോ, അത്രയ്ക്കായോ? അപ്പൊ നമുക്ക് നേഴ്സിനെ വിളിക്കാം കേട്ടോ. മാഡം, സാർ ഒന്ന് വരൂ. ഇവിടെ ബീച്ചിലേക്കൊക്കെ പോവാണെന്ന്. ആഹാ, കൊള്ളാലോ, ഫാന്റാസ്റ്റിക്. ഗോ എൻജോയ്. എൻജോയ്. ഇടനെഞ്ചിൻ താളമോടെ